കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കണ്ണൂരിൽ നിന്നുള്ള ഗർജിക്കുന്ന സിംഹം കെ സുധാകരൻ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുകയാണ്. രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹം വധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. അതായത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം മുഴുവനായിട്ട് ചോർന്നു പോയിരിക്കുന്നു. പാർട്ടിയാണ് വലുത്, താൻ എത്രയോ ചെറിയ മനുഷ്യനാണെന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ കഴിഞ്ഞ ദിവസം പലരും പറയിപ്പിച്ചു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, കോൺഗ്രസ് അണികൾക്ക് ആവേശം പകരുന്ന, ഊർജം നൽകുന്ന ഒരു നേതാവാണ് കെ സുധാകരൻ. അത്രമാത്രം വികാര വിസ്ഫോടനങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ശബ്ദം, ബോഡി ലാംഗ്വേജിലൊക്കെ പ്രകടമായത്. ഈ കെ സുധാകരൻ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? അതായത് വേണ്ട രീതിയിലുള്ള ഒരു ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തുന്നതിൽ നിന്ന് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത് ആരാണ്? നമുക്കറിയാമല്ലോ, രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്ത്രങ്ങളുടെ കലയാണ്. ആ തന്ത്രങ്ങളുടെ കലയിൽ വികാരം കൊണ്ട് മാത്രം കാര്യമുണ്ടോ? അത് കെ സുധാകരൻ്റെ വികാരപരമായ പ്രതികരണത്തെ നമുക്ക് കാണണമെങ്കിൽ ഡൽഹിക്ക് പോയി ഡൽഹിയിൽ വെച്ചും പത്രക്കാരെ കാണുമ്പോൾ സംസാരിക്കുന്ന സുധാകരനും കഴിഞ്ഞ ദിവസം തിരിച്ച് മടങ്ങി വരുമ്പോൾ പത്രക്കാരോട് സംസാരിക്കുന്ന സുധാകരനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അദ്ദേഹം പരസ്യമായിട്ട് സമ്മതിക്കുന്ന പാർട്ടിയാണ് വലുത്, ഞാൻ എത്രയോ ചെറിയ മനുഷ്യനാണെന്ന് പരസ്യമായിട്ട് എല്ലാവരുടെയും മുമ്പ് വെച്ച് സമ്മതിക്കുകയാണ്. അതിന് അദ്ദേഹത്തെ നിർബന്ധിച്ച സാഹചര്യം എന്ത്? ഇന്നെല്ലാവരും കണ്ണൂർ രാഷ്ട്രീയക്കാരെല്ലാം സിംഹന്മാരാണ്. ഇന്നൊരു കോൺഗ്രസ്സുകാരൻ്റെ മേലേക്കൊരു പുഴിമണ്ണ് കോരിയിടാൻ സാധാരണഗതിയിൽ ആക്രമിക്കാൻ SFIയോ DYFയോ CPMോ തയ്യാറാകില്ല, സുധാകരനുള്ളിടത്തോളം കാലം. ആ കോൺഗ്രസ്സുകാർക്ക് അവരുടെ ജീവനും സ്വത്തിനും അല്ലെങ്കിൽ അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സംരക്ഷണ കവചമായി അദൃശ്യമായിട്ടാണെങ്കിൽ പോലും സുധാകരൻ ആ കണ്ണൂരുണ്ടെങ്കിൽ മറ്റെല്ലാ സ്ഥലങ്ങളിലും ആ സംരക്ഷണ കവചം ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഒരു നേതാവ് കോൺഗ്രസ്സിൽ ഇല്ലാതെ പോയി. ഒരുപക്ഷെ കരുണാകരന് ശേഷം അങ്ങനെ ഒരു നേതാവ് വന്നിട്ടില്ല. കരുണാകരന് ശേഷം കരുണാകരൻ 9 MLAമാരുമായിട്ട് അധികാരം വയ്ക്കുന്ന സമയത്ത് ശക്തി വീണ്ടും വളർന്ന വിദ്യാർത്ഥി സമരത്തിൽ കൂടെ KSലാണ് വളർന്നത്. KSൽ കൂടിയാണ് യൂത്ത് കോൺഗ്രസ് വളരുന്നത്. യൂത്ത് കോൺഗ്രസിൽ കൂടിയാണ് കോൺഗ്രസ്സിന് ഈ മസിൽ പവർ എന്ന് പറയുന്നത്. മാർക്സിസ്റ്റുകാർ ഒരടി അടിച്ചാൽ 2 അടി അങ്ങോട്ട് അടിക്കാനുള്ള കപ്പാസിറ്റി കിട്ടിയത് ഇത്തരം മസിൽ പവർ കൂടിയാണ്. ആ മസിൽ പവറിനൊപ്പം വളർന്ന, അതിൻ്റെ പ്രതീകമായിട്ട് വളർന്നു വന്ന ആളാണ് സുധാകരൻ. അപ്പോൾ സുധാകരൻ്റെ രാഷ്ട്രീയം നമ്മൾ എടുക്കുമ്പം ഏത് തരത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ കൈകാര്യം ചെയ്യണം, ചടനോട് ചടന് ചാട്യം ഒരു പഴഞ്ചൊല്ലുണ്ട്. സമാധാനം പറഞ്ഞു അല്ലെ, സമാധാനപരമായിട്ട് പ്രകടനം നടത്തുന്ന നമ്മൾ തല്ലാൻ പോകേണ്ട ആവശ്യമില്ല. അവൻ ഇങ്ങോട്ട് എറിയാനാണ് വരുന്നത്, അല്ലെങ്കിൽ അവൻ നമ്മുടെ പാർട്ടി ഓഫീസ് തകർക്കാനാണ് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാരെ ആക്രമിക്കാനാണ് വരുന്നതെന്നറിയുമ്പോൾ അവരെ അപ്പം തന്നെ തടഞ്ഞില്ലെങ്കിൽ, ഉടൻ തന്നെ തടയാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ പ്രത്യാക്രമണം ഭയങ്കരമായിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ആക്രമണത്തെ തടയാനുള്ള മാർഗം ചിലപ്പോൾ പ്രത്യാക്രമണമാണെന്ന് സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. സുധാകരൻ്റെ ഇമേജ് എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഭയമില്ലാതെ വളർന്നു. അപ്പോൾ ആ ഭയം കുത്തിവയ്ക്കാൻ നോക്കി നേതാക്കന്മാരുണ്ട്. CPMമായിട്ട് ചെറിയ ചെറിയ കോംപ്രമൈസ് ഉണ്ടാക്കി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നോക്കി കണ്ണൂരിൽ തന്നെ ഉണ്ടായിരുന്നു. പലരും പേര് പറയുന്നില്ല, നമ്മൾ പല ചർച്ചകളിലും അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മറിച്ച് തല്ലുകൊള്ളുന്ന നിലവിളിക്കുന്ന അമ്മയെന്ന് നിലവിളിക്കുന്ന എല്ലാ കോൺഗ്രസ്സുകാരും സുധാകരേട്ടാന്ന് കൂടെ വിളിക്കും കണ്ണൂര്. കാരണം അവരെ സംരക്ഷിച്ച് നിർത്തിയ സംരക്ഷണ കവചമായിരുന്നു സുധാകരൻ. ആ സുധാകരനെ ഇല്ലാതാക്കാൻ, ഇപ്പോൾ താങ്കൾ പറഞ്ഞാൽ രാഷ്ട്രീയമായി വധിക്കാൻ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കാരണം പിണറായി വിജയനുമായിട്ട് ലോഹിതിൽ ഭരണം കിട്ടിയാലും ഇല്ലെങ്കിലും, ഇലക്ഷൻ ജയിച്ചാലും തോറ്റാലും പിണറായി വിജയനുമായി കോംപ്രമൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് സുധാകരൻ വലിയ തടസ്സമാണ്. അവർ സുധാകരനെ വിട്ടുവീഴ്ത്താനുള്ള എല്ലാ മാർഗവും നോക്കി, കിട്ടാനുള്ള ആദ്യത്തെ അവസരത്തിൽ വിട്ടുവീഴ്ത്തി. സുധാകരൻ ജീവൻ കൊടുത്താൽ കോൺഗ്രസിനെ സംരക്ഷിച്ച്. മറ്റാരും ചാനൽ ചർച്ചകളിലല്ല അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. CPMമായിട്ട് ഏറ്റുമുട്ടലിൽ പോയിട്ടില്ല. എത്ര നേതാക്കന്മാരുണ്ട്? കോളേജ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വല്ല സംഘടന അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം. എന്തുകൊണ്ടാണ് വെട്ടി വീഴ്ത്തി എന്ന് പറയാൻ കാരണം? എന്ത് വെട്ടി വീഴ്ത്തലാണ് നടന്നത്? വടവൃക്ഷം പോലുള്ള മനുഷ്യൻ ഇവിടുത്തെ അസംബ്ലിയിൽ വരുമെന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമെന്നും കോൺഗ്രസ്സുകാർ വിശ്വസിക്കുകയും അതുപോലെ തന്നെ ആകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത മനുഷ്യൻ, ആ മനുഷ്യൻ ഒന്നുമില്ലാതെ അങ്ങ് തീരുകയല്ലേ ചെയ്യുന്നത്, എരിഞ്ഞു തീരുകയാണ് ചെയ്യുന്നത്. സിംഹം വെറും മടയിലെ പൂച്ചയായും പോയി. പൂച്ചയാണെങ്കിൽ പോലും ശൗര്യം കാണിക്കും അവസാനം. അതിന് പോലും അവസരം കൊടുത്തിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം സമ്മതിക്കില്ല, പ്രായം സമ്മതിക്കില്ല, ഒരു അംഗത്തിനോട് അദ്ദേഹത്തിന് ബാല്യമില്ല. അതായത് ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഭാഗ്യമില്ലാത്തൊരു നേതാവായി പോയി കെ സുധാകരൻ എന്ന് പറയുന്നത്. കാരണം പിണറായി വിജയൻ്റെ മടയിൽ അദ്ദേഹത്തിനെതിരെ പോരടിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊന്നും അല്ല എത്തേണ്ടത്.
അദ്ദേഹം വലിയ ഉന്നതങ്ങളിൽ യഥാർത്ഥത്തിൽ എത്തേണ്ട ഒരാളാണ്. ഞാൻ ചില പദവികളുടെ അടിസ്ഥാനത്തിൽ കേട്ടോ. പക്ഷെ അതൊന്നും എത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പരാജയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കുന്നത്, രാഷ്ട്രീയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഗുണ്ടായിസം മാത്രമല്ല രാഷ്ട്രീയം. അപ്പോൾ ഈ ഗുണ്ടായിസം മാത്രം കാണിച്ചത് കൊണ്ടാണോ സുധാകരൻ പരാജയപ്പെട്ടത്? തന്ത്രങ്ങളുടെ കല പയറ്റുന്നതിൽ സുധാകരന് പരാജയം സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും സുധാകരന് പരാജയം പറ്റിയിട്ടുണ്ട്. സുധാകരൻ കാണിച്ച ഏറ്റവും ആദ്യത്തെ മണ്ടത്തരം, അടുത്ത കാലത്ത് കാണിച്ച ഏറ്റവും ആദ്യത്തെ മണ്ടത്തരം എന്ന് പറയുന്നത് സുധാകരന്റെ മണ്ടത്തരം, സിംഹത്തിന്റെ. സുധാകരന് സമ്മതിക്കാതിരിക്കാമായിരുന്നൊരു മണ്ടത്തരം. പാർലമെന്റിലേക്ക് മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോൾ, സുധാകരൻ മത്സരിച്ചാലേ കണ്ണൂർ പാർലമെൻറ്റ് തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ സി ജോസഫും കൂടെ പറഞ്ഞപ്പോൾ സുധാകരൻ മത്സരരംഗത്ത് നിന്ന് മാറുന്നു. പാർലമെൻറ്റിൽ മത്സരിക്കാൻ തയ്യാറായി. പാർലമെൻറ്റിൽ മത്സരിക്കാൻ തയ്യാറായപ്പോൾ ഇവിടെ മത്സരിക്കാനുള്ള ചാൻസ്, കേരളത്തിൽ എണ്ണാതെ അസംബ്ലിയിലേക്ക് മത്സരിക്കാനുള്ള ചാൻസ് ഇപ്പോൾ ഇല്ലാതായതുകൊണ്ടാണ്. മറ്റുള്ളവർക്ക് കാര്യം പറയാൻ കിട്ടിയതുകൊണ്ടാണ്. ഈ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ പോകേണ്ട ആ തീരുമാനം കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് സുധാകരൻ മനസ്സിലാക്കണമായിരുന്നു. സുധാകരനെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പായ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതിൻ്റെ പിന്നിൽ കളിച്ചതെന്ന് മനസ്സിലാക്കണമായിരുന്നു. വേറൊരു മാന്യന്മാരായ 2 നേതാക്കന്മാരുടെ പേര് പറഞ്ഞാൽ മാത്രമേ അത് പൂർണ്ണമാവുള്ളൂ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആ ഇലക്ഷനിൽ മത്സരിക്കാതെ മാറുന്നില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആ ഇലക്ഷനിൽ മത്സരിക്കാതെ മാറുന്നതുകൊണ്ട് ആലോചിച്ച് നോക്കണം. മറ്റൊരു നേതാവ് കൂടെ ഉണ്ട്, ഹൈക്കമാൻഡ് നേതാവാണ് കെ സി വേണുഗോപാൽ. ആലപ്പുഴ മത്സരിക്കുന്നതിന് മാറുന്നു. എനിക്ക് വലിയ ചുമതലകളുണ്ട്, എനിക്ക് മത്സരിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. അടുത്ത പാർലമെൻറ്റ് ഇലക്ഷൻ മത്സരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഒരു സീറ്റ് ഇവിടെ ഇടതുപക്ഷത്തിന് സംഭാവന ചെയ്തു കെ സി വേണുഗോപാലിൻ്റെ നിലപാടുകൊണ്ട്. ആരിഫ് അവിടെ ജയിച്ചത് എങ്ങനെയാണ്? ഷാനിമോൾ തോറ്റു, കെ സി ആ മത്സരിക്കുന്ന ആരിഫ് അവിടെ ജയിക്കുന്ന പ്രശ്നം ഉണ്ടായാൽ. അപ്പോൾ ഇങ്ങനെ ഓരോ നേതാക്കന്മാരും സ്വന്തം കാര്യത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ സ്വന്തം കാര്യം നോക്കാൻ എടുത്ത് സൂക്ഷിച്ചു. ആ സ്വന്തം കാര്യം നോക്കാതെ പാർട്ടിയുടെ താല്പര്യത്തിന് മാത്രം മുൻഗണന കൊടുത്ത് പ്രവർത്തിച്ചാണ് സുധാകരൻ കാണിച്ച രണ്ടാമത്തെ മണ്ടത്തരം. അദ്ദേഹം കൂടുതൽ സ്വാർത്ഥനായി. അത് തന്നെയാണ് കാണിച്ച മണ്ടത്തരം. ബാക്കിയുള്ളവരെല്ലാം സ്വന്തം സ്ഥാനം എങ്ങനെ രക്ഷിക്കും എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ആലോചിച്ച് നടന്നു. അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ഇനി വീണ്ടും സുധാകരൻ കാണിക്കുന്ന മണ്ടത്തരം എന്ന് പറഞ്ഞാൽ, സുധാകരനെ പോലെ തന്നെ മറ്റൊരാളുണ്ട്, അതുകൂടെ കമ്പയർ ചെയ്താൽ ഒന്നുകൂടെ ക്ലിയർ ആവും. കെ മുരളീധരനെ ഇങ്ങനെ പാക്ക് ചെയ്യാൻ നോക്കിയതാണ്. പക്ഷെ ഭാഗ്യവശാൽ കെ മുരളീധരൻ്റെ ഭാഗ്യത്തിന് ഗുരുവായൂർ പാർലമെൻറ്റിലേക്ക് സുരേഷ് ഗോപിയുടെ മുരളീധരൻ തോറ്റുപോയി. അതുകൊണ്ട് അദ്ദേഹത്തിന് എം പി ആകാൻ പറ്റിയില്ല. എം പി ആയിരുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ മത്സരിക്കാൻ പറ്റിയില്ലായിരുന്നു. ഇവിടുത്തെ കളം ക്ലിയറാവും. നമ്മുടെ അല്പന്മാരായ അല്ലെങ്കിൽ ലില്ലിപ്പൊട്ടന്മാരായ നേതാക്കന്മാർക്ക് കളം ക്ലിയറായി കിട്ടിയനെ. പക്ഷെ മുരളീധരൻ അവിടെ മത്സരിക്കുന്നുണ്ട്. ഭാഗ്യം കൊണ്ടാണ്. സുധാകരൻ ആ ഭാഗ്യം കിട്ടിയില്ല. സുധാകരൻ കണ്ണൂർ തോറ്റുപോയിരുന്നെങ്കിലും 2016 ഉദുമയിൽ അദ്ദേഹം തോറ്റു. അദ്ദേഹത്തിന് അങ്ങനെ നിരവധിയായിട്ടുള്ള തോൽവികൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. കെ സുധാകരന് കണ്ണൂർ വിട്ട് മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് മത്സരിക്കാനുള്ള ധൈര്യം അദ്ദേഹം കാണിക്കും. അങ്ങനെ മത്സരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജയം ഉറപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ഇപ്പം ധർമ്മടത്ത് എന്തുകൊണ്ട്? അതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ സുധാകരൻ ഞാൻ ധർമ്മടത്ത് മത്സരിക്കാം എന്ന് പറഞ്ഞ ധൈര്യം കാണിക്കണം. സിംഹമാണല്ലോ, ഗർജിക്കുന്ന സിംഹമാണല്ലോ. എന്തുകൊണ്ട് സിംഹം അത്തരത്തിലുള്ള ഒരു ധീരതയ്ക്ക് മുതിരുന്നില്ല? അതുകൊണ്ടാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് കോൺഗ്രസിൽ തന്നെ. അദ്ദേഹം വികാരം തന്ന ഒരു വലിയ ആവേശം തന്നേക്ക നേതാവൊക്കെ ആയിരിക്കും. പക്ഷെ എത്രമാത്രമുണ്ട് കോൺഗ്രസിൽ സുധാകരനുള്ള സ്വാധീനം എന്നത് ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇപ്പം ഹൈക്കമാൻഡ് കണ്ണൂരിൽ നിന്നടക്കം മണ്ഡലം കമ്മിറ്റിയോടൊക്കെ അഭിപ്രായം ചോദിച്ചു എന്നുള്ളതാണ്. അതിലേതാണ്ട് നിരവധിയായിട്ടുള്ള ആളുകൾ അദ്ദേഹം ഇവിടെ മത്സരിക്കണ്ട എന്ന് പറയുന്ന താല്പര്യം അറിയിച്ചു എന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ട് അത്തരത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ അഭിപ്രായങ്ങൾ രൂപപ്പെടുന്നു? അപ്പം ശരിക്കും സുധാകരന് കോൺഗ്രസ്സിൽ അത്ര വലിയ ശക്തി ഉണ്ടോ? അതായത് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ പല ജില്ലകളിൽ നിന്ന് ആളുകൾ ഒത്തുകൂടുമായിരിക്കും. അദ്ദേഹത്തിന്റെ പ്രസംഗം ആളുകളെ പ്രകമ്പനം കൊള്ളിക്കുമായിരിക്കും. അദ്ദേഹത്തിന്റെ കയ്യൂക്ക്, പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസിനെ ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെ ആളുകളെ ഹരം കൊള്ളിക്കുമായിരിക്കും, കോൺഗ്രസ് പ്രവർത്തകരെ. ഇതിനപ്പുറം ആരാണ് സുധാകരൻ? ഇതിനപ്പുറം സുധാകരൻ എന്ന് പറഞ്ഞാൽ, സുധാകരനെ പോലെ ആരാണ് മറ്റൊരു നേതാവ് ഉള്ളതെന്ന് പറയാമോ? ഇവിടെ 10 DYFIക്കാരും CPMകാരും കൂടെ എറണാകുളത്ത് റോഡ് മാർക്കറ്റിൽ 10 കോൺഗ്രസ്സുകാരെ തള്ളി താഴെയിട്ടിരിക്കുന്നു. ഇവരെ ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ആലോചിച്ചോ, എത്ര പേരുണ്ട്? തിരുവനന്തപുരത്ത് എത്ര കോൺഗ്രസ്സുകാർ തല്ലുകൊള്ളുന്നു? ആരുണ്ട് അവരൊന്ന് സഹായിക്കാൻ? ഏറ്റവും കൂടുതൽ നേതാക്കന്മാരുള്ള സ്ഥലമല്ലേ തിരുവനന്തപുരം. ആലപ്പുഴ തല്ലുകൊള്ളുന്നു, വല്ലവരുണ്ട് സഹായിക്കാൻ.
കണ്ണൂർ സുധാകരനുള്ളപ്പം നടക്കില്ല. കണ്ണൂർ സുധാകരൻ ഇവിടെ ഇല്ലാത്ത സമയത്താണ് തലക്കടി കിട്ടിയത് ജീവൻ രക്ഷായാത്രയിൽ. സുധാകരൻ ഉണ്ടെങ്കിൽ അടി നടക്കില്ലോടെ. പോലീസ് സ്റ്റേഷനിൽ അനധികൃതമായി പോലീസ് സ്റ്റേഷനിൽ കയറിപ്പോലും തെറ്റായ രീതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രതികളെ പിടിയിക്കാൻ മാത്രമുള്ള കപ്പാസിറ്റി ഉള്ള സുധാകരൻ. അങ്ങനൊരു നേതാവ് പകരം ഇല്ല. അതാണ് സുധാകരൻ്റെ ശക്തി. സുധാകരൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അണികളെ കൂടെ ചേർക്കണമെങ്കിൽ അവരുടെ ഒപ്പം നിൽക്കണം. തല്ലുകൊള്ളവും കൊണ്ടും അവൻ്റെ രക്തസാക്ഷി ഇപ്പോൾ TPM അങ്ങനെ രക്തസാക്ഷികളെ കിട്ടിയാൽ അവർ രക്ഷപ്പെട്ടു. അവർക്ക് എന്ത് രക്തസാക്ഷി എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. അവരെ സുധാകരൻ അങ്ങനെയല്ല. രക്തസാക്ഷികളല്ല ആവശ്യം. ജീവനില്ലാത്ത ഒരു ശവശരീരം പോയാൽ സ്വീകരിക്കുകയില്ല. ഒരു ഡെഡ് ബോഡി പോലും മാഹിപ്പാലം കിടത്തി ഇനി ഇങ്ങോട്ട് കൊണ്ടുവരാൻ സമ്മതിക്കുകയില്ലെന്ന് പറയാനുള്ള തൻ്റെ കാണിച്ചാണ് സുധാകരൻ. അവിടെ മറക്കരുത് സുധാകരൻ. അങ്ങനെ ഒരു നേതാവിനെ പകരം പറഞ്ഞിട്ട് കരുണാകരൻ്റെ വില എന്താ? എല്ലാവരും തകർന്ന് നിരാശരായിട്ട് മാറുമ്പോൾ കരുണാകരൻ ബലത്തിൽ മുമ്പോട്ട് വന്നു. CPM-നെ 9 MLA-മാരെ വെച്ചുകൊണ്ടാണ് CPM-നെതിരായിട്ട് ഫൈറ്റ് ചെയ്തത്. EMS-നെതിരായിട്ട് ഫൈറ്റ് ചെയ്തത്. കരുണാകരൻ വിജയിക്കുന്നത് അത് ആ പോരാടാനുള്ള മനസ്സിലാണ്. പോരാടാനുള്ള ലീഡർഷിപ്പ്, പോരാടി തീർക്കാനുള്ള ലീഡർഷിപ്പ് എവിടെയെല്ലാം കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം കോൺഗ്രസ് പൊളിഞ്ഞിട്ടുണ്ട്. ബംഗാളിൽ ആരായിരുന്നു പോരാടുന്ന? മോഹനായിരുന്നു, മമതാ ബാനർജിയായിരുന്നു. മമതാ ബാനർജി ഇങ്ങനെയുള്ളവന്മാരെല്ലാം കൂടി അവിടെ റൗഡിയാണ്, മര്യാദ ഇല്ലാത്തവളാണ്, സംസ്കാരം ഇല്ലാത്തവളാണെന്ന് പറഞ്ഞാൽ അവളെ കോൺഗ്രസിൻ്റെ പുറത്തു വിട്ടു. ഇപ്പം ജനം മമതയുടെ കൂടെ ഇവരുടെ കൂടെ ആരാ ഉള്ളത്? കോൺഗ്രസിൻ്റെ കൂടെ. അതേ സാഹചര്യം സുധാകരൻ വേണേൽ ഇവിടെ സൃഷ്ടിക്കാം. പക്ഷേ ഹൈക്കമാൻഡ് ഒന്നറിയാം, സുധാകരൻ്റെ ആരോഗ്യം ഒരു കൂടുതൽ വലിയ റിബല്ലിന് പോകാൻ സുധാകരനെ അതറിയാവുന്നവരാണ് സുധാകരനെ ചതിച്ചിരിക്കുന്നത്. സുധാകരൻ ഒരു പരിധി വിട്ട് അനങ്ങാൻ പറ്റില്ല. ശാരീരികമായി തന്നെ സുധാകരൻ ദുർബലനാണ്. അതറിഞ്ഞുകൊണ്ടുള്ള ചതിയ ഇവിടെ നടത്തിയിരിക്കുന്നത്. അല്ലാതെ ആരോഗ്യത്തോടുള്ള സുധാകരൻ്റെ മുമ്പിൽ മാനസികപരമായിട്ടും അദ്ദേഹം പഴയ ശൗര്യമില്ല. അതിന് കാരണം ഇതാണ്, അസുഖം ബാധിച്ചു കഴിഞ്ഞില്ലേ. ശാരീരികമായ പ്രായത്തിൻ്റെ അസുഖം വന്നു, അല്ലാത്ത അസുഖങ്ങളുണ്ട്. ഈ അസുഖങ്ങൾ വെച്ചുകൊണ്ട് സുധാകരൻ ഒന്നും ചെയ്യുകയില്ല എന്ന് ഞാൻ തനി പച്ചമല ഒരു വകുപ്പും ചെയ്യുകയില്ലെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അവിടെ ശ്രീ പിണറായി വിജയൻ്റെ ഒരു പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത് അദ്ദേഹത്തിന് ശാരീരികപരമായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷ്വൽസൊക്കെ നമ്മൾ കാണുമ്പോൾ അദ്ദേഹത്തിന് നടക്കാൻ പറ്റുന്നില്ല, വളരെ മെല്ലനെയാണ് നടക്കുന്നത്, ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. പക്ഷേ എങ്കിലും ഭയങ്കര മെൻ്റലി ഭയങ്കര ഷാർപ്പാണ് ഇപ്പോഴും പിണറായി വിജയൻ. അല്ല, അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. പോലീസിൻ്റെ സംരക്ഷണം, സംസ്ഥാന ഗവൺമെൻറ് മെഷീനറിയുടെ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ പിണറായി വിജയൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല. ഏറ്റവും കൂടുതൽ സുരക്ഷാ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന മുഖ്യമന്ത്രിയല്ല. അല്ല അതല്ല അത് പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞ ആരോഗ്യത്തിൻ്റെ അല്ല, അത് വിഡിത്തം കാണിക്കണമെന്നാണോ പറയുന്നത്? അല്ല, വിട്ടുതാണ്ടല്ല ഞാൻ പറഞ്ഞത്. പിണറായി വിജയന് ഈ പോലീസ് സുരക്ഷാ സംവിധാനം കൊടുക്കുന്ന ധൈര്യമല്ലാതെ ആ ധൈര്യം വെച്ചാണ് മറ്റുള്ളവരോട് പറയുന്നത്. ക്യാമറാമാനോട് മാറി നിൽക്കാൻ പറഞ്ഞ് തട്ടിക്കളയുന്നുണ്ട്. അതിപ്പോൾ മോദി ഇറങ്ങും അങ്ങനെ പോലീസ് ഇതില്ലാതെ? മോഡി ഇറങ്ങാത്തതിന് മറ്റു കാരണങ്ങളുണ്ട്. കാരണങ്ങളുണ്ട്. കാരണങ്ങൾ. പക്ഷേ അങ്ങനെ ധൈര്യം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ തെങ്കൂറ്റം എന്ന് പറയുന്നത് ഈ അധികാരം കൊടുക്കുന്ന സപ്പോർട്ട് മാത്രമേ ഉള്ളൂ നയമുണ്ട്. പണ്ടത്തെ പിണറായി വിജയൻ അങ്ങനെയല്ല. ഒരു 15-20 വർഷം മുമ്പുള്ള പിണറായി വിജയൻ നേരെ ഇറങ്ങും, മുണ്ടും മടക്കി കുത്തി പിണറായി വിജയൻ തന്നെ രംഗത്ത് വരും. ധൈര്യമുണ്ട്. ഇന്ന് ആ ധൈര്യം പ്രായം കൊണ്ടുപോയി, അത് മറക്കരുത്. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന് എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കരുത്, ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ എന്ന കാര്യത്തിൽ ഇപ്പോഴും വളരെ ഏബിളാണ് പിണറായി വിജയൻ എന്നാണ് ഞാൻ പറഞ്ഞത്. ആ കാര്യത്തിൽ കാൽക്കുലേറ്റഡായി മഷേഡ് വേർഡ്സാണ് പിണറായി വിജയൻ്റെ വായിന്ന് വരുന്നത്. കറക്റ്റ് കാര്യങ്ങൾ മാത്രമേ നീണ്ടുപോവുകയില്ല. അതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പ്രത്യേകതയാണ്. കമ്മ്യൂണിസ്റ്റുകാരന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. കാരണം അവന് ഭാഷയെ പേടിയാണ്. ഭാഷ കൊണ്ട് വിമർശനം കേൾക്കാൻ അവന് പേടിയാണ് കമ്മ്യൂണിസ്റ്റുകാരന്. ഇപ്പം ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ ഭംഗിയായിട്ട് സംസാരിക്കുന്നില്ലേ? CPI വന്നവരാണ്. കോൺഗ്രസ്സുകാരാണ് അങ്ങനെ പറയുകയില്ല. ബിന്ദു കൃഷ്ണ അങ്ങനെ പറയുകയില്ല. ഷാനിമോൾ അങ്ങനെ പറയുകയില്ല. ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വന്നവരാണ് അങ്ങനെ പറയുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മിക്കവാറും എല്ലാവർക്കും തന്നെയുണ്ട് ആ ഒരു ഗുണമുണ്ട്. പിന്നെ ആവേശം കൊള്ളിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. MV രാഘവൻ ഉണ്ടായിരുന്നു, വേറൊരു സുധാകരനായിരുന്നത്. ആ MV രാഘവനെ പോലും പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയ അവസാനാരാ? K. സുധാകരനാണ്. കരുണാകരൻ്റെ ബലം ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും ആ സുധാകരനെ ഈ രീതിയിൽ അവസാനിപ്പിക്കുന്നതിന് പകരം സുധാകരനോട് ഒന്നുകിൽ സുധാകരൻ നല്ല പോസ്റ്റ് കൊടുക്കുമായിരിക്കും. KPCC പ്രസിഡൻ്റായിട്ട് താങ്കൾ ചുമതലയൊക്കെ 6 മാസത്തേക്കെങ്കിലും എന്താ വർക്കിംഗ് പേഴ്സൺമാരെ വെച്ചാൽ മതിയല്ലോ. എന്തായാലും സുധാകരേട്ടൻ്റെ മനസ്സിലുണ്ടായിരുന്ന മുഖ്യമന്ത്രി ഒന്നുകൂടെ പറഞ്ഞ സുധാകരേട്ടൻ്റെ അങ്ങനെ വിളിപ്പിക്കാൻ സുധാകരൻ ആയിരക്കണക്കിന് ആൾക്കാരെ കൊണ്ട് സുധാകരേട്ടനെ വിളിപ്പിക്കാൻ പറ്റുന്നതാണ് അദ്ദേഹത്തിൻ്റെ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന മുഖ്യമന്ത്രി മോഹത്തെ വലിച്ചെറിഞ്ഞ് കളഞ്ഞത് ആരാണ്? അല്ലെങ്കിൽ അത് നമുക്കറിയാലോ, അദ്ദേഹം ഒന്നും എനിക്ക് മുഖ്യമന്ത്രി ആകണം എന്നൊന്നും അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല.
പക്ഷേ അസംതൃപ്തി മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം അറിയിച്ചു എന്നാണ് പല രീതിയിലുള്ള സംസാരങ്ങളൊക്കെ രൂപപ്പെട്ടത്. അപ്പം നിരാശനാണ്, ഉള്ളുകൊണ്ട് ശരിക്കും കെ സുധാകരൻ വളരെ വളരെ നിരാശനാണ് എന്നത് ഒരു വസ്തുതയാണ്. താൻ എത്രയോ ചെറുതാണ്, തന്നെക്കാട്ടിലും മുകളിലാണ് പാർട്ടി ഹൈക്കമാൻഡ് എന്നൊക്കെ അദ്ദേഹത്തെ കൊണ്ട് അനുനയിപ്പിച്ച് പറയിപ്പിച്ച വാക്കുകളാണ് യഥാർത്ഥത്തിൽ. അത് തീർച്ചയായിട്ടും അത് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ച വാക്കുകളാണ്. അല്ലാണ്ട് അദ്ദേഹം സ്വതന്ത്രനായിട്ടോ സീറ്റ് കൊടുക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചരിത്രമാകുന്ന സംഭവം, കോൺഗ്രസിന്റെ വലിയ പിളർപ്പിലേക്കൊക്കെ പോകുന്ന ഒരു വലിയ, കോൺഗ്രസിനെ വളർത്തിയ അതേ നേതാവ് തന്നെ അതിനെ തകർക്കാൻ മുന്നണിയിൽ പ്രധാന രംഗത്ത് വന്നു എന്ന് പറയുന്ന ഒരു കാര്യമായിട്ട് ഇത് മാറും. ഈ സുധാകര ഏട്ട എന്ന് വിളിച്ച ആളുകൾ പോലും മാറ്റി വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമായിരുന്നു. ചിലപ്പോൾ എത്തുമായിരുന്നു. കാരണം കോൺഗ്രസ് ജയിക്കണമെന്ന് മാത്രം ഇപ്പം കോൺഗ്രസ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പിണറായി വിജയൻ തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ്സുകാരെ കൂടുതൽ, ജനങ്ങളെ കൂടുതൽ, ആ ജനങ്ങളെ മുഴുവൻ വഞ്ചിക്കുന്നതിന് തുല്യാകും എന്നുള്ള ബോധ്യം. പക്ഷെ ഇതിൽ വിഷമിക്കുന്ന കുറച്ച് കൂട്ടരുണ്ട് കേട്ടോ. അതായത് സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി BJP പിന്തുണയോടുകൂടിയൊക്കെ മത്സരിക്കണം എന്ന് ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ തലവണ്ടക്ക് കിട്ടിയ അടിയാണ് താൻ എത്രയോ ചെറുതാണ്, പാർട്ടിയാണ്, ഹൈക്കമാൻഡാണ് വലുത് എന്ന് പറയുന്ന ആ മറുപടി എന്ന് പറയുന്നത്. അതാരാണ് അവർക്കൊക്കെ? അതായത് അദ്ദേഹത്തിനെ BJPയിലേക്ക് കൊണ്ടുപോകാനേ തീർച്ചയായിട്ടും BJP പ്രവർത്തകർക്കും അല്ലെങ്കിൽ BJP അനുഭാവികൾക്കൊക്കെ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രതികരണത്തിന് വലിയ നിരാശ ഉണ്ടായിട്ടുണ്ട്. അല്ല, അത് സുധാകരൻ്റെ മുമ്പിൽ ഇതിനു മുമ്പ് പല ഓപ്ഷൻ വന്നിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് ചേരാനുള്ള ഓപ്ഷൻ ഭയങ്കരമായിട്ട് വന്നതാണ്. അതിൽ ചേർന്നിരുന്ന ചിലപ്പോൾ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി വേറെ ആകുമായിരുന്നു. തൃണമൂൽ മമതയുടെ പാർട്ടി ചേർന്നിരുന്നത് അങ്ങനെ ഓരോ ആ സ്ഥാനത്തേക്ക് അൻവറാവുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. സുധാകരൻ ഇവിടെ KPCC പ്രസിഡൻ്റുമായി. സുധാകരൻ ഇവിടെ KPCC പ്രസിഡൻ്റാക്കാതെ തഴഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ സുധാകരൻ തൃണമൂൽ കോൺഗ്രസ് നേതാവായിരുന്നു. കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം സുധാകരന് പോരാടാതിരിക്കാൻ പറ്റില്ല. CPMനെ എതിർക്കാതിരിക്കാൻ സുധാകരന് ഒരു സെക്കൻഡ് പറ്റില്ല. അതിനെ പറ്റിയ അന്തരീക്ഷമുള്ള പാർട്ടി തൽക്കാലം കോൺഗ്രസ് അല്ലെങ്കിൽ BJP ഉള്ളൂ. അതുകൊണ്ടാണ് സുധാകരൻ ഓപ്ഷൻ ഉപയോഗിച്ചതിനെന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞത്. എന്തായാലും രാഷ്ട്രീയപരമായിട്ട് സുധാകരൻ കൊല്ലപ്പെട്ടോ? അത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പറയാം. അതോ ഉയർന്നോ? ഒരു 100 കൂടുതൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സതീശൻ പിന്നെ സ്ട്രോങ് ആവും. പിന്നെ അവിടെ മറ്റുള്ളവർക്ക് യാതൊരു പ്രസക്തിയില്ല. അതേസമയം 75 താഴെ അല്ലെ 80 താഴെ സീറ്റിനാണ് ഭരണം ഉണ്ടാകുന്നതെങ്കിൽ സുധാകരൻ്റെയൊക്കെ വാക്കുകൾ കേൾക്കേണ്ടി വരും. കേൾപ്പിക്കാനും സുധാകരൻ അറിയാം. പക്ഷെ വലിയ വിജയമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഈ കളിയൊക്കെ നടക്കില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ ആരും മുഖ്യമന്ത്രിയായിട്ട് വരാം. സുധാകരൻ തന്നെ മുൻകൈ എടുത്ത് മറ്റൊരാളെ കൊണ്ടുവരാം. അതിനുള്ള ആൾക്കാരും ഉണ്ട്. എന്തായാലും രാഷ്ട്രീയപരമായിട്ട് സുധാകരൻ കൊല്ലപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും കൊല്ലപ്പെട്ടു എന്നും പറയാം. പക്ഷെ അത് മറ്റൊരു രീതിയിൽ കാണുമ്പോൾ അദ്ദേഹം വിജയിക്കുകയാണ് ചെയ്തതെന്നും പറയാം. കാരണം നമുക്കറിയാലോ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ VSനെ സ്റ്റേജിൽ നിർത്തിക്കൊണ്ട് നടത്തിയ ഒരു ഗംഭീര പ്രസംഗമുണ്ട്. കടലിന്റെ എന്തായിരുന്നു? ബക്കറ്റിലെ കടൽ വെള്ളത്തോട് സമുദ്രത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ വെള്ളത്തിൽ തിരയുടെ ശക്തിയുള്ളൂ. അതൊരു ബക്കറ്റിലേക്ക് ഒഴിച്ച് കഴിയുമ്പോൾ അതെല്ലാം അങ്ങ് തീരും. ചെറുതായി കഴിഞ്ഞാൽ, ഒതുങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം തീർന്ന് ശാന്തനും നിശബ്ദനുമായി അനങ്ങാതാവും. സുധാകരൻ കോൺഗ്രസ് എന്നുള്ള മഹാപ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ സുധാകരന് പ്രസക്തിയുള്ളൂ. മറിച്ച് അതിൽ നിന്ന് വിട്ടുപോന്നാൽ സുധാകരൻ ലാസ്റ്റ് പറഞ്ഞതുപോലെ ഞാൻ വളരെ ചെറുതാണ്, പാർട്ടി വളരെ വലുതാണ്. ആ സത്യം പിണറായി വിജയൻ അന്ന് പറഞ്ഞ സത്യം, അച്യുതാനന്ദനെക്കുറിച്ച് പറഞ്ഞ സത്യം ഇങ്ങനെ ഇവിടെ അംഗീകരിക്കുകയായിരുന്നു സുധാകരൻ. അതാണ് സംഭവിച്ചത്.